ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തത് ഇടതു വലത് മുന്നണികൾക്ക് ലഭിച്ച കനത്ത തിരിച്ചടിയെന്ന് ബി.ജെ.പി. സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ മുന്നണികൾ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയായിരുന്നു. അതേസമയം സുഗതന് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് നന്ദി പറയുന്നതായി സുഗതന്റെ ഭാര്യ അശ്വതി ജനം ടിവിയോട് പറഞ്ഞു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന്റെ വിയൂർ സെൻട്രൽ ജയിലിലെ സത്യപ്രതിജ്ഞ ചടങ്ങ് ആകാംക്ഷയോടെയാണ് വട്ടിയൂർക്കാവിലെ ബി.ജെ.പി. പ്രവർത്തകരും ഭാര്യ അശ്വതിയും കണ്ടത്. രാഷ്ട്രീയ ഒത്തുകളിയുടെ ഭാഗമായി കള്ളക്കേസിൽ കുടുക്കിയ ഇടതുവലതു മുന്നണികൾക്ക് ലഭിച്ച കനത്ത തിരിച്ചടിയാണ് സത്യപ്രതിജ്ഞ ചെയ്യുവാൻ ലഭിച്ച അവസരമെന്ന് വട്ടിയൂർക്കാവ് ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പ്രതികരിച്ചു. പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തിയ ഇടതുവലതു മുന്നണികൾ മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ വാഴോട്ടുകോണത്തെ കൗൺസിലർ ജനകീയനായിട്ടുള്ള കൗൺസിലറെയും ഒറ്റപ്പെടുത്താനായിട്ടുള്ള ശ്രമം പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നതിൻ്റെ പൂർണ്ണ തെളിവാണ് ഇപ്പോൾ നടന്ന ഈ സത്യപ്രതിജ്ഞ ഞങ്ങളുടെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ചില രാഷ്ട്രീയക്കാരന്മാർക്കുള്ള കനത്ത തിരിച്ചടി കൂടിയാണിത്. ഈ രണ്ടു കൂട്ടരും ഇവിടുത്തെ തിരുവനന്തപുരം നിവാസികളോട് മാപ്പ് പറയണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ആർ. സുഗതന് വാഴോട്ടുകോണം ജനത നൽകിയ പിന്തുണയ്ക്ക് ലഭിച്ച അംഗീകാരം കൂടിയാണ് ഇതെന്ന് ഭാര്യ അശ്വതി പറഞ്ഞു. സുഗതന് വേണ്ടി പ്രാർത്ഥിച്ച് ജനങ്ങളോട് നന്ദി പറയുന്നതായും അശ്വതി പ്രതികരിച്ചു. ജനങ്ങളുടെ വിധി, ജനങ്ങൾ അത് അംഗീകരിക്കുന്നു. വീണ്ടും അത് തന്നെയാണ് അവർക്ക് അവരുടെ അംഗീകാരം അത് തന്നെയാണ് എന്നുള്ള ഒരു ഇതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമുക്ക് അനുകൂലമായിട്ട് തന്നിരിക്കുന്നത്. വോട്ടിട്ട ഓരോ ജനങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരുപാട് പേരെന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ശരിയാവും, കാരണം നമ്മുടെ സത്യം എന്നും ജയിക്കും എന്നുള്ള ഒരു തന്നെയാണ് അവരും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു പിന്തുണ. ആ ഒരു പിന്തുണ തന്നെയാണ് എനിക്കൊരു മനോബലമായിട്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടി ബി.ജെ.പി. തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിലേറിയതിന് പിന്നാലെ രാഷ്ട്രീയ ഒത്തുകളിയുടെ ഭാഗമായാണ് ആർ. സുഗതന്റെ പേരിൽ കേസുകൾ ചുമത്തി അർദ്ധരാത്രി വീട്ടിൽ കയറി വെടിയുതിർത്ത ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പോലീസ് പിടികൂടിയത്. ജനം, തിരുവനന്തപുരം.